ലൈംഗികാരോപണ വിഷയം ചർച്ച ചെയ്യാതെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളത്തെ സംസ്ഥാന കമ്മിറ്റി വിഷയം പരിഗണിക്കും. കൊല്ലം ജില്ലാ നേതാക്കളുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം അന്തിമ തീരുമാനമെടുക്കാനാണ് ധാരണ. രാജ്യാവശ്യം CPM അംഗീകരിച്ചേക്കില്ല. ആർ ശ്രീജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, നാളെ നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ മാത്രമാണോ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക? രാജ്യാവശ്യം CPM അംഗീകരിക്കില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ആര്യ, ലൈംഗികാരോപണം നേരിടുന്ന ലൈംഗികാരോപണ പരാതിയിൽ ബലാത്സംഗം കുറ്റം ചുമത്തപ്പെട്ട കൊല്ലം MLA എം മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന അഭിപ്രായത്തിൽ തന്നെയാണ് CPIM സംസ്ഥാന നേതൃത്വം ഇപ്പോഴും പ്രാമുഖ്യം കൊടുക്കുന്നത്. ആ നിലയ്ക്ക് തന്നെയാണ് CPIM നേതൃത്വം ഇപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ ഇന്ന് ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് വിവരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതേപ്പറ്റിയുള്ള ഒരു കാര്യമായ ചർച്ചയോ കൂടിയാലോചനയോ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടന്നില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അല്പം മുമ്പാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവസാനിച്ചത്. നാളെ സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട്. ഈ സംസ്ഥാന കമ്മിറ്റിയിൽ മുകേഷ് വിഷയം ചർച്ചയാകുമെന്നാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്ന സൂചന. കാരണം ഇത്തരമൊരു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഈ വിഷയം കൊണ്ടുപോകാനുള്ള കാരണം കൊല്ലം ജില്ലയിൽ നിന്നുള്ള നേതാക്കളുടെ, അതായത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായം കൂടി കേൾക്കുക എന്ന ധാരണയിലാണ്. എന്നാൽ പോലും എം മുകേഷ് ഈ ലൈംഗികാരോപണ പരാതിയെ തുടർന്ന് രാജിവെക്കണം എന്നൊരു അഭിപ്രായം നേതൃത്വം ഉറച്ച് എടുക്കുന്നില്ല. കൊല്ലം ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാരുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം അന്തിമ ധാരണയിലേക്ക് പോകാം എന്നതാണ് ഇപ്പോഴത്തെ ഒരു ധാരണ എന്ന് പറയുന്നത്. എന്നാൽ CPIയുടെ അടക്കമുള്ള സമ്മർദ്ദത്തെപ്പറ്റി കാര്യമായി ഗൗനിക്കാൻ CPM ആലോചിക്കുന്നില്ല. CPIയും അത്തരമൊരു ശക്തമായ സമ്മർദ്ദം മുകേഷിൻ്റെ രാജിയുടെ കാര്യത്തിൽ ചെലുത്താനും സാധ്യതയില്ല. അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തി മുന്നണിയിലെ ഒരു തർക്ക വിഷയമായി ഇതിനെ പരിണമിപ്പിക്കാനുള്ള ഒരു താല്പര്യം CPI സംസ്ഥാന നേതൃത്വം പ്രകടിപ്പിച്ചേക്കില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും CPI തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. തങ്ങളുടെ അഭിപ്രായം ഇതാണ് ഈ വിഷയത്തിൽ എന്ന കാര്യം പറഞ്ഞു. അതിനപ്പുറത്തേക്ക് കടന്ന് ഒരു സമ്മർദ്ദ ശക്തിയായി മാറാനൊന്നും മുകേഷ് വിഷയത്തിൽ CPI തയ്യാറല്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും മുകേഷ് വിഷയത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നൊരു നിലപാടെടുത്തില്ല. നാളെ സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിളിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യത്തിലുള്ള അന്തിമ നിലപാട് വ്യക്തമാക്കിയേക്കും. ശ്രീജിത്ത്, ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മുകേഷ് മാറി നിന്നേ തീരൂ എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു CPI. ഒരൊറ്റ വിട്ടുവീഴ്ചയൊന്നും ചെയ്യാതെ മുകേഷിന്റെ രാജിക്കാര്യത്തിൽ നിയമസഭാംഗത്വം ഉൾപ്പെടെ മാറ്റിവെക്കണം എന്നുള്ള കാര്യത്തിൽ തന്നെയായിരുന്നു CPI ഇന്നലെ ഉറച്ച തീരുമാനത്തിലേക്കും മുഖ്യമന്ത്രിയെ കാണുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇപ്പോൾ CPIM ഇപ്പോൾ എടുക്കുന്ന തീരുമാനം ഇത് മുകേഷിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ കൊല്ലം ജില്ലാ കമ്മിറ്റി നേതാക്കളുടെ അഭിപ്രായം എന്നുകൂടി പറയുമ്പോൾ അതിനെ എത്രത്തോളം ന്യായീകരിക്കാനാകും? മുകേഷ് MLAക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണ പരാതിയുടെ തുടക്കം മുതൽ തന്നെ MLA സ്ഥാനം മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നൊരു നിഗമനത്തിലായിരുന്നു CPIM ഉണ്ടായിരുന്നത്. CPIM നേതൃത്വം അക്കാര്യം പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച LDF കൺവീനറും CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ EP ജയരാജനും അതേ നിലപാടാണ് പരസ്യപ്പെടുത്തിയത്. അതായത് ഈ ലൈംഗികാരോപണ പരാതി ഉയർന്നു വന്നതിനെ തുടർന്ന് ഏതെങ്കിലും MLAമാർ രാജിവെച്ച കീഴ്വഴക്കം കേരളത്തിലില്ല. മാത്രമല്ല, നേരത്തെ ലൈംഗികാരോപണ പരാതി, സമാനമായ പരാതി നേരിട്ട 2 കോൺഗ്രസ് MLAമാരും രാജിവെച്ചില്ല. 2 കോൺഗ്രസ് MLAമാർ രാജിവെക്കട്ടെ, അപ്പോൾ മൂന്നാമത്തെ രാജിയുടെ കാര്യവും പരിഗണിക്കാം എന്നായിരുന്നു ജയരാജൻ്റെ പ്രതികരണം. ഇതുതന്നെയാണ് സംസ്ഥാന നേതൃത്വം എത്തി നിൽക്കുന്ന നിലപാട്. ഇപ്പോൾ മുകേഷിനെ രാജിവെപ്പിച്ചാൽ അത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് CPIM നേതൃത്വം കരുതുന്നു. മാത്രമല്ല, ഈ കാര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ ജയിക്കുമോ എന്നുള്ള പ്രശ്നം കൂടി CPIM കണക്കിലെടുക്കുന്നുണ്ട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടായി. അതിന് പിന്നാലെ മറ്റൊരു തോൽവി കൂടി ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത് CPIM താല്പര്യപ്പെടുന്നില്ല. അതും ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കാരണമായി. എന്നാൽ ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭയാശങ്കയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ എന്ന ചോദ്യം ആ പാർട്ടികൾക്കകത്തുനിന്ന് തന്നെ ഉയരുന്നുണ്ട്. അത്തരമൊരു ഉറച്ച ശബ്ദത്തിന് കാതോർത്ത് അത്തരമൊരു ഉറച്ച ശബ്ദത്തിന് ചെവി കൊടുത്തുകൊണ്ടാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്നലെ മുകേഷ് രാജിവെക്കണം എന്ന നിലപാടിലേക്ക് വന്നത്. CPI സംസ്ഥാന നേതൃത്വത്തിലെ എല്ലാവർക്കും ഈ രാജിവെക്കണം എന്ന അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഇന്നലെ ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ 3 പേർ രാജി ആവശ്യത്തെ ശക്തമായി എതിർത്തു. ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജ്യസഭാ അംഗങ്ങളുമായ PP സുനീർ, P സന്തോഷ് കുമാർ, ഒപ്പം തന്നെ കോട്ടയത്തു നിന്നുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CK ശശിധരൻ എന്നിവരാണ് ഈ രാജി ആവശ്യത്തെ ശക്തമായി എതിർത്തത്. അപ്പോൾ CPIക്കകത്തും എതിർ ശബ്ദങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജി ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നൊക്കെ പൊതുവിൽ പറയുന്നുണ്ടെങ്കിലും അതിന്മേലൊരു കടുത്ത നിലപാടിലേക്ക് പോകാൻ CPI നേതൃത്വം തയ്യാറായേക്കില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം.
ശ്രീജിത്ത്, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മുകേഷിനെ മാറ്റി നിർത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണോ ഈ ഐക്യകണ്ഠേന ഒരു തീരുമാനം ഇന്ന് എടുത്തിരിക്കുന്നത്? ആര്യ, ഇന്ന് ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുക്കാൻ CPIM സംസ്ഥാന സെക്രട്ടറി ഇതേപ്പറ്റി വിപുലമായ ചർച്ചകളോ കൂടിയാലോചനകളോ നടന്നില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ ഇന്നലത്തെ അവൈലബിൾ സെക്രട്ടേറിയറ്റിലാണ് ഈ കാര്യത്തിൽ മുകേഷിൻ്റെ എതിരെ ഉയർന്നു വന്ന ലൈംഗിക പീഡന പരാതിയെപ്പറ്റിയുള്ള ചർച്ച വിശദമായി തന്നെ നടന്നത്. ഈ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വത്തിലെ പാർട്ടി സെൻറ്ററെങ്കിലും വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇനിയും പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും സംസ്ഥാന കമ്മിറ്റിയിൽ നടക്കുന്ന ചർച്ചകൾ കൂടി കേട്ട് അതിൽ തന്നെ കൊല്ലം ജില്ലാ നേതൃത്വത്തിന് എന്ത് പറയാനുണ്ട്? കൊല്ലം ജില്ലാ സെക്രട്ടറി കൊല്ലായിൽ സുദേവൻ അടക്കമുള്ള ആളുകൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി നാളെ ഈ കമ്മിറ്റികൾ പങ്കെടുക്കും. അപ്പോൾ അവരുടെ നിലപാട് കൂടി അറിഞ്ഞ ശേഷം ഒരു അന്തിമ ധാരണയിലേക്ക് പോകാനാണ് CPIM ആലോചിക്കുന്നത്. അപ്പോഴും രാജി ആവശ്യം CPIMൻ്റെ മുന്നിലുള്ള ഒരു പ്രധാന വിഷയമല്ല. എന്നാൽ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കുന്ന തീരുമാനം വരും. സിനിമാ നയരൂപീകരണ സമിതി ഈ പുനഃസംഘടിപ്പിക്കുന്ന വേളയിലായിരിക്കും ഈ ഒഴിവാക്കലും പുതിയ കൂട്ടിച്ചേർക്കലും ഒക്കെ നടക്കുക. ശ്രീജിത്ത്, മറ്റൊരു കാര്യം, ഈ ധാർമ്മികതയുടെ പേരിൽ മുകേഷ് മാറി നിൽക്കണം എന്നുള്ളൊരു ആവശ്യത്തിൽ തന്നെയായിരുന്നു ഇന്നലെ CPI. അപ്പോൾ ഈ CPIയുടെ നിലപാട് മയപ്പെട്ടു എന്ന് കരുതാനാവുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? CPIയുടെ നിലപാട് മയപ്പെട്ടോ ഇല്ലയോ എന്നതല്ല വിഷയം. അവർ ഈ മുകേഷിൻ്റെ രാജിക്കാര്യത്തിൽ എടുത്ത സമീപനം എന്താണ്? അത് മുകേഷ് ഈ രാഷ്ട്രീയ നൈതികതയ്ക്ക് നിരക്കുന്നതല്ല മുകേഷ് MLA സ്ഥാനത്ത് തുടരുന്നത്. മാത്രമല്ല ഗുരുതരമായ സ്വഭാവത്തിലുള്ള ലൈംഗിക പരാതിയാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത്. അതനുസരിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തിരിക്കുന്നതും. അപ്പോൾ ഇനിയും MLA സ്ഥാനത്ത് മുകേഷിനെ തുടരാൻ അനുവദിക്കുന്നത് രാഷ്ട്രീയ നൈതികതയ്ക്ക് നിരക്കുന്നതല്ല എന്നാണ് CPI ചൂണ്ടിക്കാണിച്ചത്. ഇത് മുകേഷ് MLA രാജിവെക്കണോ വേണ്ടയോ എന്ന വിഷയത്തിൽ CPIയുടെ നിലപാടാണ്. ആ നിലപാട് CPIM സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. എന്നാൽ അതൊരു പൊതു നിലപാടായി സ്വീകരിക്കാൻ, അത് തങ്ങളുടെ നിലപാടായി അംഗീകരിക്കാൻ CPIM നേതൃത്വം തയ്യാറാകുന്നില്ല. അതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നം. അപ്പോൾ അവരുടെ പാർട്ടി CPIMൻ്റെ പാർട്ടിയുടെ നിയമസാക്ഷി അംഗത്തെ രാജിവെപ്പിക്കണോ വേണ്ടയോ എന്ന കാര്യം CPIMൻ്റെ ഒരു ആഭ്യന്തര വിഷയം കൂടിയാണ്. മുന്നണിയെ ബാധിക്കുന്ന പൊതുവായ രാഷ്ട്രീയ വിഷയങ്ങൾ അക്കാര്യത്തിലുണ്ടെങ്കിലും സംഘടനാപരമായി നോക്കുമ്പോൾ അത് CPIMൻ്റെ സംഘടന ഒരു ആഭ്യന്തര വിഷയമാണ്. അപ്പോൾ ആ വിഷയത്തിൽ ധാർമ്മികമായ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇടതുപക്ഷ മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂല്യബോധം പരിഗണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് CPIM ആണ്. ആ ഉത്തരവാദിത്വം CPIM നിർവഹിക്കുന്നില്ലെങ്കിൽ പിന്നെ CPI സമ്മർദ്ദം ചെലുത്തിയിട്ടോ മയപ്പെടുത്തിയിട്ടോ എന്ത് കാര്യമെന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. ശ്രീജിത്ത്, മറ്റൊരു കാര്യം, ഈ കൊല്ലം ജില്ലാ നേതാക്കളുടെ പ്രതികരണം, അഭിപ്രായം കൂടി കേട്ട ശേഷം അന്തിമ തീരുമാനം എന്നായിരുന്നു. ഇതിനോടകം കൊല്ലം ജില്ലാ നേതാക്കളുടെ പ്രതികരണം എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഈ പാർട്ടിയുടെ നിലപാട് തന്നെയാണോ ഈ കൊല്ലം ജില്ലാ നേതാക്കളുടെയും? ആര്യ, CPIMൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് 2 ദിവസം മുമ്പ് കൊല്ലത്ത് ചേർന്നിരുന്നു. ആ യോഗത്തിൽ മേൽക്കമ്മിറ്റി പ്രതിനിധിയായി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ധനമന്ത്രി KN ബാലഗോപാൽ പങ്കെടുത്തിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മറ്റു കൊല്ലത്തു നിന്നുള്ളവരും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ യോഗത്തിൽ ലൈംഗിക പീഡന പരാതിയുടെ പശ്ചാത്തലത്തിൽ മുകേഷിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നു. പ്രത്യേകിച്ചും വനിതാ നേതാക്കളായ J. മേഴ്സിക്കുട്ടിയമ്മ, സംസ്ഥാന കമ്മിറ്റി അംഗം J. മേഴ്സിക്കുട്ടിയമ്മ, മുൻ മന്ത്രി അടക്കമുള്ളവർ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ഈ മുകേഷിനെ കൊല്ലം 2014 സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നതും അവിടെ 2 തവണ സീറ്റ് നൽകിയതും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചതുമൊക്കെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. അക്കാര്യത്തിൽ കൊല്ലം ജില്ലാ നേതൃത്വത്തിന് കാര്യമായ റോളില്ല. അപ്പോൾ ഇക്കാര്യത്തിലും സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടെന്താണോ തീരുമാനം എന്താണോ അത് ശിരസാ വഹിക്കുക മാത്രമാണ് കൊല്ലം നേതൃത്വം ചെയ്യുന്നത്. എന്നാൽ കൊല്ലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സംഘടനാ സാഹചര്യങ്ങൾ കൂടി കൂടി വിലയിരുത്താൻ ഉള്ള ബാധ്യത കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് ആയതുകൊണ്ട് അവരെ കൂടി കേൾക്കുന്നുവെന്ന ഒരു ഉൾപാർട്ടി ജനാധിപത്യ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കേൾക്കൽ മാത്രം എന്ന് കരുതിയാൽ മതി. ശ്രീജിത്ത്, ഈ മുകേഷിനെതിരെ ഇത്തരമൊരു ലൈംഗിക ആരോപണം ഇത് മുന്നിൽ വന്ന സാഹചര്യത്തിൽ PB അംഗം ഉൾപ്പെടെ ബൃന്ദാക്കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ മുകേഷിനെ മാറ്റി നിർത്തണം എന്നുള്ളൊരു ആവശ്യത്തിൽ തന്നെയായിരുന്നു ഉറച്ചു നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തെ തള്ളുകയാണോ CPIM? കേന്ദ്ര നേതൃത്വത്തെ തള്ളുകയാണ് എന്ന് വേണമെങ്കിൽ ഒരു വ്യാഖ്യാനം നമുക്ക് നൽകാൻ കഴിയും. അത് ഏറെക്കുറെ ശരിയുമാണ്. എന്നാൽ ഇത് സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ വിഷയമാണ്. സംസ്ഥാനത്തെ രാഷ്ട്രീയ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. അവർക്കാണ് അതിൻ്റെ സംഘടനാപരമായ ഉത്തരവാദിത്തം അടക്കമുള്ള ഇവിടുത്തെ സാഹചര്യങ്ങൾ, വസ്തുനിഷ്ഠ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. ആ തീരുമാനത്തിലേക്ക് നേതൃത്വം വരുന്നില്ലെങ്കിൽ പിന്നെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ കാര്യമായ ഒരു ഇടപെടാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ ഒരു പൊതുവായ മാർഗനിർദ്ദേശം ഇപ്പോൾ സ്വജനപക്ഷപാതമാണെങ്കിൽ ആ കാര്യത്തിൽ CPIMനൊരു കൃത്യമായ നിലപാടുണ്ട്. എന്നാൽ ഇവിടെ കേരളത്തിൽ ഈ ലൈംഗിക പീഡന പരാതിയെ തുടർന്ന്
MLA-മാർ രാജിവെച്ച കീഴ്വഴക്കം ഇല്ല എന്നാണ് കേരള നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ബന്ധുനിയമന വിവാദവും മറ്റും വന്നപ്പോൾ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് EP ജയരാജനെ കൊണ്ട് രാജിവെപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് മന്ത്രിയായിരുന്നെങ്കിൽ ഒരുപക്ഷേ കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തി അദ്ദേഹത്തെ ആരാണോ ആരോപണ വിധേയൻ അദ്ദേഹത്തെ ഒഴിവാക്കുമായിരുന്നു. എന്നാൽ ഈ കാര്യത്തിൽ MLA സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്ന കാര്യത്തിൽ ഇതുവരെയും അത്തരമൊരു കീഴ്വഴക്കമില്ല. അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഇടപെടുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്നാൽ ആര്യ സൂചിപ്പിച്ച പോലെ ബൃന്ദ കാരാട്ട് അടക്കമുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അവരുടെ നിലപാട് ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ശരി, മുകേഷിനെതിരായ ലൈംഗികാരോപണ വിഷയം ചർച്ച ചെയ്യാതെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളത്തെ സംസ്ഥാന കമ്മിറ്റി വിഷയം പരിഗണിച്ചേക്കും. കൊല്ലം ജില്ലാ നേതാക്കളുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കാൻ ധാരണയാകൂ. രാജ്യാവശ്യം എന്തായാലും CPM അംഗീകരിച്ചേക്കില്ല എന്നുള്ളൊരു വാർത്തയാണ്. R. ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.